யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I feel numb and cold inside. I can't breathe any longer, but I'll be there by your side. Know we're in this together. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. கண் முன்னிலே பாராமலே நெஞ்சினிலே பயம் தோன்றுதே. யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I'm holding on to see you strong. It's all that I desire. And in my heart I fantasize. We raise our wings like fire. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free.
were deserts and oceans, the darkness was deep, but never hopeless. Redemption came, and His name is Jesus. Sing all you people, the Lord Almighty reigns. Sing every creature of God, come bless His name. For He is good, for He is good. He was born to conquer the grave. Light of the world, the reason for Christmas Day. From the mountains we will shout it out, for the Lord our God Almighty reigns. He is with us, He is with us now, for the Lord our God Almighty reigns. From the mountains we will shout it out, for the Lord our God Almighty reigns. He is with us, He is with us now, for the Lord our God Almighty reigns. Sing all you people, the Lord Almighty reigns. Sing every creature of God, come bless His name. For He is good, for He is good. He was born to conquer the grave. Light of the world, the reason for Christmas. Sing all you people, the Lord Almighty reigns. Sing every creature of God, come bless His name. For He is good, for He is good. എന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിത്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയനാഥനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഭൂമിയിൽ ഭവനം സ്വർഗം പണിയുവാൻ തക്കവണ്ണം നീ കുടുംബജീവിതം ക്രമീകരിച്ചു തന്നു. ഞങ്ങളുടെ എല്ലാം കുടുംബജീവിതം സന്തോഷകരമാകുന്ന എല്ലാ കൃപകൾക്കായി നന്മകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഈ ഭവനത്തെയും ഇന്നലെ നീ കാത്തു പരിപാലിച്ചു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും പ്രദാനം ചെയ്തുവല്ല. ദൈവമേ, ഇപ്പോൾ ഭവനത്തിൽ നിന്നും വിവാഹത്തിനായി ഒരുങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട മകനെയും തിരുമുമ്പായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജന്മം കൊടുത്ത ഓടത്തിൽ വലുതാക്കി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടെല്ലാം തിരുമുമ്പാ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നിന്റെ മകൻ നന്മ കാണുകൊണ്ടക്കണം ഭാഗ്യവും കൃപയും നീ കൊടുക്കണമേ. നിന്റെ മകന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളെ ഇതുവരെ ചൊരിഞ്ഞു കൊടുത്തെല്ലാം തുടർന്ന് നിന്റെ കൃപയിലായിരിക്കാൻ ഇടയായി തീരണമേ. നിന്റെ മകനെ ഒരുക്കുന്ന മടവാട്ടിയെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. കർത്താവ്, രണ്ട് ഭവനക്കാർ തമ്മിൽ മാനുഷികമായ തീരുമാന സുരക്ഷ കാര്യങ്ങളൊക്കെ ഇന്ന് വിശുദ്ധ കൂദാശ വഴിയായി പൂർത്തീകരിക്കപ്പെടാൻ തക്കണ ഇടയാക്കി തീർക്കണമേ. എല്ലാം പൂർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ ദാസന്റെ മേലിരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളെയും സ്വർഗീയ കൃപകളെയും പ്രദാനം ചെയ്യണമേ. കൂദാശയിൽ ഞങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹം ലഭ്യമായി തീരണമേ. കാർമ്മികരിലൂടെ അനുഗ്രഹീതമായ സ്വർഗീയ കിരീടങ്ങളെയും മോതിരങ്ങളെയും നീ പ്രദാനം ചെയ്ത ഈ മക്കൾക്ക് വേണ്ട എല്ലാ സ്വർഗീയ വരദാനങ്ങളെയും പ്രദാനം ചെയ്യണമേ. ആയുഷ്കാലമെല്ലാം സന്തോഷമായ സ്നേഹമായി ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ഒരിക്കലും തിരിയാത്തൊരു ബന്ധമായി കർത്താവ് നീ കൂട്ടിച്ചേർത്ത് കൊള്ളണമേ. എൻ്റെ മകനും മകളും സന്തോഷമായി സ്നേഹമായി ക്ഷമയോടെ ഒരുമയോടെ എന്നുമായിരിക്കും ഇടയാക്കി തീരണമേ. എല്ലാ സ്വർഗീയ നൽവരങ്ങളെയും സമ്പൽസമൃദ്ധിയും സന്താന സൗഭാഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ കൃപകളും എൻ്റെ മക്കൾക്കായി നീ പ്രദാനം ചെയ്യണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബദൈവ മക്കളായിരിക്കാൻ തക്കവണ്ണം തലമുറകളുടെ സാക്ഷ്യമുള്ള മക്കളായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. നടത്തുന്ന നടത്തുന്ന ശുശ്രൂഷകളൊക്കെ നീ കൂടെ ഇരിക്കണമേ. എല്ലാ സൽക്കാര കാര്യങ്ങളും നീ അനുഗ്രഹിക്കണമേ. കാനാവിലെ കടന്നത്തിൽ അവർ കടന്നു വന്ന കുറവൊന്നും വരാതെ എല്ലാ നിറവിഞ്ഞ അനുഭവങ്ങളെയും ദാനങ്ങളെയും പ്രദാനം ചെയ്യണമേ. വന്നുകൂടി എല്ലാവരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഇനിയുള്ളവരെയും കൂട്ടി വരുത്തണമേ. ഈ കൂടിവരവ് ഏറെ സന്തോഷവും അനുഗ്രഹകരമാകാനിടയായി തീരണമേ. വിവാഹ വഴി ബന്ധം വഴി കൂടി വരുന്ന രണ്ട് ഭവനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ സാക്ഷികൾ കൊണ്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം എല്ലാ കൃപകളും പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ നടത്തിയപ്പോൾ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നല്ല സ്മരണ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ദൈവമേ നിനക്ക് സമാധാനം. ദൈവമേ നിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആവാസവും സംബന്ധവും ഞങ്ങളെല്ലാവരുടെ മേലും ഈ ഭവനത്തോടുകൂടെ വിവാഹിതരാകുന്ന പ്രിയ മക്കളുടെ മേലും എല്ലാ ശുശ്രൂഷയുടെ മേലും പോലും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura, but just for a moment I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your ഞങ്ങളുടെ
പരീക്ഷയിലേക്ക് പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ദൈവമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനായുള്ള രക്ഷകനേ. ആമേൻ. നിന്നോടുകൂടെ യോഗ്യരാകണമേ. ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ കരുണയാലുകൾ ദുഃഖങ്ങളുമായി പെടുകയും നിന്റെ ദേവാലയങ്ങൾ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞേക്കുകയും ഞങ്ങളുടെ സാക്ഷികൾ ശ്രേഷ്ഠമാതിരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ദൈവമായി തീരണമേ. നിന്റെ ആധിപത്യത്തിന്റെ പ്രതിപ്പെടുത്തലെല്ലാം വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ മത്സരവാന്മാരുടെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നിന്റെ കരുണയുടെ ഭക്തി പ്രകാരം എന്റെ പാപങ്ങളെ നീ വാങ്ങിച്ചോളണമേ. എന്നാൽ നിന്റെ ഭദ്രത്തിൽ നിയന്ത്രിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ ചെയ്യുകയും ചെയ്യുവാനാണ് തന്നെ. എന്നാൽ അന്യായത്തിൽ ഭവിച്ചോ പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ തൃപ്തരാകണമേ. ക്ഷീണതയുള്ള സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖത്തിൽ ജനങ്ങളൊക്കെയും മായ്ച്ചോളണമേ. ദൈവമേ, അപ്പോൾ വഴിപഠിപ്പിക്കും. പാപികൾ മുന്നിലേക്ക് തിരികെയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവാകുന്നു. ദൈവം ഹൃദയത്തിൽ സിക്കുന്നില്ല. അപ്പോൾ ദൈവമേ സ്നേഹമാകുന്നു. തിരുസഭയിൽ
പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ജലത്തെയും ആഴത്തെ സന്തോഷിപ്പിച്ച സമാധാനം ഇപ്പോൾ പരസ്പരം സംരക്ഷിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ സംഭവിക്കുകയും തന്മൂലമായിഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കണ്ണുള്ള ഐക്യമത്യം വേറുണ്ടാവുകയും ചെയ്യണമേ. ആത്മാവ് കൊണ്ടുവന്ന വിവാഹത്തിന്റെ
മധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ഏകമാരുടെ ശരീരത്തിന് മോചനമായിട്ട് വെളിപ്പോടെ നീ നൽകിയതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിച്ചു. ദൈവമായി നീ അത് നൽകിയ നൽകത്താൽ നിന്റെ കൂടെ അതിനെ വധിപ്പിച്ചു. ക്രമമായ അതിനെ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോചനങ്ങൾ കൂടി ഏകീകരിക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന മോചനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാവുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോചനങ്ങളെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നമ്മുടെ മണവാഴുമുദ്രയായി മണവാട്ടി ഞാൻ സമ്പൂർണ്ണമായി തീരുമാനമാകണമേ. കർത്താവേ, അവരുടെ വിവാഹം നേത്രമെന്ന് വളർന്നിരിക്കുവാൻ കരുണയോടെ സമ്മതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇടത്തിനും വരത്തിനും അപകടമായി വരെ നീ സന്തോഷിപ്പിക്കുമാറാണ്. നിശ്ചയമായി മണവറയിൽ ഇവരുടെ ആൾക്കാരും മുഴുവനും വിവിധ തരത്തിലെ അലങ്കരിക്കുകയും മാതാപിതാക്കളുടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവമ്പാറത്തിനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളും നന്മകളും മാലിന്യങ്ങളും പ്രമാദങ്ങളിൽ നിന്നും പ്രേമത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊടുക്കണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാവിനെയും നിന്റെ പിതാവിനെയും വെച്ചുപോയെയും കുതിക്കുകയും ചെയ്യുമാറാണമേ. ഓശോ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് രോഗങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. പരിപാവന സഭയെ വാനോകാതൻ വേണ്ടൊരു നേരം ജീവോയോ
ഈ മോദങ്ങളെ ആശീർവദിക്കുന്ന പിതാവും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോദങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ ശിഖാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ നൽകുകയും പരിപാലത്തെ ആഗ്രഹം അനുഗ്രഹിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹം നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ കാത്തിരിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ടവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകലകപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുലഭങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യങ്ങളെ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ കാത്തുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ ദുർബലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സ്ഥാനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ.
സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ വളരെ കാത്തുകൊള്ളണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ ദുർഗമാകട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ഒരു സാക്ഷ്യത്തിനായി നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ 2 ഭവനങ്ങളിൽ ജനിച്ച് വളർന്ന് മതിയായ വിദ്യാഭ്യാസവും ജോലിയും കുടുംബ സംവിധാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച ഈ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ വെച്ച് ദൈവഹിതപ്രകാരം ഒരു ഒന്നായി മാറുകയാണ്. തമ്പുരാനെ വാഴ്ത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേദത്തോടത്ത് ആദാമിയുമായി ഒന്നിച്ച് ചേർത്ത് കുടുംബജീവിതം അനുഗ്രഹകരമാക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഒരു കുടുംബജീവിതമാകട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹകൂടാശയിൽ നാം സമ്മതിക്കുമ്പോൾ നമുക്ക് പ്രതിബദ്ധതകൾ ധാരാളമുണ്ട്. വിവാഹകൂടാശയുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഒന്ന് കുടുംബ പ്രതിബദ്ധത, രണ്ട് ആത്മീയ പ്രതിബദ്ധത, മൂന്ന് ജീവകാരുണ്യ പ്രതിബദ്ധത. ഇത് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഗോത്രപിതാക്കന്മാരുടെ തലവനായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാരുടെ കുടുംബജീവിതവും കുടുംബ പശ്ചാത്തലവും നാം തിരിഞ്ഞു നോക്കുമ്പോൾ കുടുംബ പ്രതിബദ്ധതയിലൂടെ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി ജീവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ സാഹചര്യങ്ങൾ, ബഹുമാനങ്ങളും മാതൃകകളും പരസ്പരം പങ്കുവച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുവാനും വളർത്തപ്പെടുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് കുടുംബ പ്രതിബദ്ധതയെ ജീവിച്ച പിതാക്കന്മാർ അവരായിരിക്കട്ടെ നമുക്ക് ദൈവത്തോട് കൂടെ നടന്നു കുടുംബമായി 300 വർഷം കടന്നു വന്ന് തിരുവനന്തപുരം പറയുമ്പോൾ കുടുംബ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. മാത്രമല്ല പരസ്പര ബഹുമാനങ്ങളും ആദരവുകളും ഏത് പ്രകാരമാണ് നിറവേറ്റത് എന്ന് നമുക്ക് തിരുവനന്തപുരം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അബ്രഹാമിനെ സാറ യജമാനൻ, യു ആർ മൈ മാസ്റ്റർ എന്നുള്ള പേരിലാണ് ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് വിവാഹം കഴിക്കുന്നവരെയും സുഹൃത്തുക്കളും ക്ലാസ്മേറ്റും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ പരസ്പര പേരിട്ട് വിളിക്കുന്ന ഒരു രീതി ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതിനേശം സാറ അബ്രഹാമിനെ മാസ്റ്റർ, യജമാനെ എന്ന് വിളിച്ചതുപോലെ വിളിക്കണമെന്ന് ആരും ഉദ്ദേശിക്കുന്നുമില്ല, ആരും നിർബന്ധിക്കുന്നുമില്ല. ബഹുമാന ആദരവ് പരസ്പരം പങ്കുവെച്ച് കുടുംബത്തിൻ്റെ പ്രസക്തി നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. രണ്ടാമത് ആത്മീയ പ്രതിബദ്ധത. ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? 7 നേരം പ്രാർത്ഥിക്കാനായി സഭ നിർബന്ധിക്കുമ്പോൾ അത് 2 നേരമെങ്കിലും രാവിലെയും വൈകിട്ടുമെങ്കിലും പ്രാർത്ഥിക്കുവാനുള്ളതായ ചുമതല നമുക്കുണ്ട് എന്നുള്ള ചിന്തയുണ്ടാകണം. അതുമാത്രമല്ല, നോമ്പ്, നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, വേദപുസ്തക വായന, അതിയായ കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രസക്തമായ അനുഭവത്തിൽ കൂടെ ഏറ്റെടുക്കേണ്ട ചുമതലയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങനെ മക്കൾ അത് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വൈകിട്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് അവസരം ഉണ്ടാകും പലപ്പോഴും പലരും. എന്നാൽ രാവിലെയുള്ള പ്രാർത്ഥന പലപ്പോഴും പലരും അത് പ്രാധാന്യത്തോടുകൂടെ ഏറ്റെടുക്കുന്നില്ല. അങ്ങനെയല്ല, ദൈവനമ്പരാനാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്, ആത്മീയതയ്ക്ക് വളരെ പ്രസക്തമായ അനുഭവത്തിൽ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്തയിൽ ആത്മീയ പ്രതിബദ്ധത ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകേണ്ടതുണ്ട്. മൂന്നാമത് സാമൂഹിക പ്രതിബദ്ധത, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുള്ളതായ പ്രതിബദ്ധത. നമുക്ക് ലഭിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളുടെയും ദശാംശം അത് മറ്റുള്ളവർക്കൂടെയാണ് ഈ ഒരു ചിന്ത നമുക്കുണ്ടാകുന്നത്. ദൈവരാജ്യത്തെ സംബന്ധിച്ച് തമ്പുരാൻ പറയുന്നത് സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും പരിഗണിക്കപ്പെടേണ്ടവരുമായ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉൾക്കൊള്ളാൻ കഴിയണം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൂടെയാണ് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകാൻ കഴിയണം. നമുക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് കൂടെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കേണ്ടതാണ്. ഈ ഒരു സംഗതി നമ്മൾ ഉൾക്കൊള്ളുവാൻ കഴിയണം. വിവാഹോദാശിയുടെ ഒന്നാമത്തെ ക്രമമായ മോതിരമാരുടെ ക്രമം ഇവിടെ അവസാനിച്ചിരിക്കുക. മോതിരം എന്ന് പറയുന്നത് തന്നെ റിങ്ങ. അത് റിങ്ങിനോട് ചേർന്നുള്ള ധാരാളം വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഒന്ന്, കെയറി, പരിഗണിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന സാഹചര്യം. കെയറി, അവരെ പരിചരിക്കുവാനും കരുതുവാനുള്ളതായ അനുഭവം. വേറെ സഹനത്തിൻ്റെ ഭാഗ സ്വീകരിക്കുവാൻ തക്കവണ്ണം കഴിയണം. വീണ്ടും വർദ്ധിക്കുന്നു സഹോദരി. നമുക്ക് ത്യാഗ മനോഭാവത്തോടുകൂടി ആയിരിക്കണം കുടുംബജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. ഓഹരി നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരംശം
മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. അതാണ് ഈ റിങ് അല്ലെങ്കിൽ വിവാഹമോചനം അണിയുന്നത് പോലെ പരസ്പരം മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. രണ്ടാമത് അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കിരീടമായോ. കിരീടം എന്ന് പറയുന്നത് രാജാവിനും രാജ്ഞിക്കുമാണെന്നറിയാം. ഒരു രാജാവും രാജ്ഞിയുമായിട്ടാണ് നമ്മളിന്ന് ഇവരെ അംഗീകരിക്കുന്നത്. കുടുംബത്തിൻ്റെ രാജാവായി രാജ്ഞിയായിട്ട് ഇവരെ അവരോധിക്കുമ്പോൾ ഇവരുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് മുൻപാകെ അനുഗ്രഹകരമായി സാക്ഷ്യമുള്ളവരായി ജീവിതത്തോളം നമുക്കിടയാകണം. ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അനുഭവമായിരിക്കണം. ഇതാണ് ശ്രീവ മാലയിലെ ശ്രീവായിട്ട മാല മണവാട്ടിയുടെയും മണവാട്ടിയുടെയും തലയിൽ ശ്രീവ ആകൃതിയെ വാഴ്ത്തി അണിയിക്കുന്നത് പോലെ കുടുംബത്തിലെ എല്ലാ അനുഭവത്തിലും അവസ്ഥയിൽ അവർ പ്രാധാന്യം വഹിക്കുന്നവരാണ് എന്നുള്ള ചിന്തയിലാണ് ഇത് സഭ നൽകുന്നത്. വീണ്ടും മൂന്നാമതായിട്ട് വധുവിനെ താലി അർപ്പിക്കുന്നു. ആ താലിയിൽ പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ തന്നെയും ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ആ മെന്നില് 9 മുത്തുകളാണ്. സ്നേഹത്തിൻ്റെ ഭാവമാകുന്ന 9 മുത്തുകൾ രക്ഷിതാത്മാവിൻ്റെ ഫലങ്ങളാണ്. അത് ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകണം, പരസ്പരം ഉണ്ടാകുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ അത് നൽകുവാൻ കഴിയണം. അത് കർത്താവിൻ്റെ സാന്നിധ്യമാകുന്ന പ്രധാന പുരോഹിതൻ ഭാര്യ ഈ മണവാളനെ മുഖാന്തരമായ മണവാട്ടിക്ക് നൽകുമ്പോൾ അവിടെ കർത്താവിനെ വിധേയപ്പെടുവാൻ സഭയ്ക്ക് വിധേയപ്പെടുവാൻ തക്കോളം കഴിയുന്ന ആത്മീയതയാണ് വരയിൽ മൂടുകൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ 4 കാര്യങ്ങളാണ് വിവാഹ ഉദാശയിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടതായ കുടുംബ പ്രതിബദ്ധത, ആത്മീയ പ്രതിബദ്ധത, അതുപോലെ സാമൂഹിക പ്രതിബദ്ധത നല്ലവണ്ണം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് നല്ല ജീവിതം കാഴ്ചവെക്കുവാനും എല്ലാവരും അന്വേഷിക്കുമ്പോൾ ഇന്ന് സർക്കാരൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണം. സന്തോഷമായിട്ട് പോകുന്നുണ്ടോ, എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുവാനൊക്കെ വേണം. മറ്റുള്ളവരായ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് വാക്കുകളെ ചുരുക്കിയാണ് ഈ പ്രതിബദ്ധതകൾ കൊടുക്കുന്ന നല്ല കുടുംബജീവിതം, സാക്ഷ്യമുള്ള ജീവിതം, കുടുംബത്തിൽ സാക്ഷ്യമുള്ളവരായി, സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരായി, ആത്മീയ മേഖലയിൽ സാക്ഷ്യമുള്ളവരായി തീരുമാനമാണ്. ഇവിടെയാകട്ടെ ഈ ദിവസത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികളുടെ പേരിലും കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളും ബന്ധുക്കളും സ്നേഹിതരുമായ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹമായി വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ബഹുമാനപ്പെട്ട വികാരിച്ചുള്ള പ്രത്യേകമായ സ്നേഹ ആദരവുകൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവരിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിത്യമായ സന്തോഷങ്ങളിലേക്കും ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും നിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ ബഹുകൂല സുഖാൻ Oh
നിന്റെ താല്പര്യങ്ങളെ ചെലുത്താലേ നീ ശ്രേഷ്ഠരാകണമേ. നിന്റെ താരങ്ങളാൽ ഇവരെ നീ സന്തോഷിപ്പിക്കുവാനാകണമേ. ദിവ്യമായ കൽപ്പനത്താൽ ഇവരെ നിറക്കുവാനാകണമേ. പിതാവും പരിശുദ്ധവുമായ വാഴണമേ. സന്തോഷോല്ലാസങ്ങളോടുകൂടെ അവർക്ക് സ്തുതി പാടുകയും തിരുവൻപാകയോട് ആഹ്ലാദിക്കുകയും ചെയ്യണമേ. എല്ലായ്പ്പോഴും ഇടപെടാതെ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന വിളിക്കുന്ന ആരാധിക ഭജനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സംയോജിപ്പിക്കുകയും ചെയ്ത മഹോന്നതന് ഏതൊരു തത്വജ്ഞാനിയാലോ താത്വികനാലോ തന്റെ തത്വം ആരാധിക്കപ്പെടുകയല്ലാതെ പരിശോധിക്കപ്പെടുവാനോ ആരാധനയപ്പെടുവാനോ സാധ്യമല്ല എന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭൂതന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമാകുന്ന കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്ത് സകല നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധനയും അവിടുത്തെ കരുത്തമാകുന്നു. സ്വർഗീയ സേനകളും ഭയന്ന് കുറച്ചുകൂടെ ബോധപ്പെടുത്തുകയും മഹോന്നതങ്ങളിലേക്ക് മേൽമാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയ്ക്ക് പരിഭ്രമിച്ച് സജ്ജപ്പെടുകയും ചെയ്യുന്നു എന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ അതിന്റെ കൃപാപ്രവാഹങ്ങളെ നിസ്സീമമായ അതിന്റെ ദൈവാലയം നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്ഡലമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവർ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളെ നീ തിരക്കുള്ളവനാകുന്നതിനാൽ ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദുർഭിക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠമായ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും
പ്രത്യേകരുടെ സ്നേഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തെ തണലിലും അഭിപ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കത്തക്ക വിധം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജനിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണമാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ. ആത്മീക നൽവരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ അവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് കടന്നു വരുവാനും ശപിക്കപ്പെട്ടവരായ സാധാരണ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും നിന്റെ ആത്മീക മുന്നിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സന്ദർശിക്കലും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തിരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആരാധിക്കുകയും ചെയ്യണമേ. എന്നാൽ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പരിശുദ്ധമായിരിക്കും സ്ത്രീയും സ്തോത്രവും ഞങ്ങൾ കരയുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇത് വന്നേക്കുമാറാകട്ടെ. സുഗന്ധം നീ സാർക്കുസുവസവം സമയ സകലവിധം സോതി നീടാകുൾ ശിവായി വന്ദിപ്പതിനാം രാജാവാമശിഹ ഹല്ലേലൂയ ആകുന്നു നിന്നെ പാർക്കുമോ ഇപ്പോൾ നിന്റെ വിശുദ്ധമായി തലമുടിച്ചു നിൽക്കുന്നതായി ദാസരെ തോന്നുവാങ്ങിയിരിക്കണമേ. തന്നെ വലത് കൈവരണമേലാതിരിക്കണമേ. ആത്മീയമായ അതിന്റെ മണവരയിവരെ സന്തോഷിപ്പിക്കണമേ. സ്നേഹിക്കുന്ന ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെയാണ് ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. നാളിവരും നിന്റെ വലതുഭാഗത്തുനിന്നോട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് വായിക്കും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാണമേ.
നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന
ഇപ്രകാരം സംഭവിച്ചു. യാത്ര പുറപ്പെട്ട യോർദാൻ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ തന്നെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പുരുഷന്മാർ വലിച്ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദാനത്തരമായവരോട് ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവിടെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദാനത്തരമായവരോട് മോശയുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്രമമല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് അപ്രകാരം തന്നെ. ശിഷ്യന്മാരോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരങ്ങളിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ. യേശുദാൻ മറുപടിയായവരോട് വരം ലഭിച്ചവരില്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഇതോടൊന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാശന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തിനും തങ്ങളെ തന്നെ ശൂന്യന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നതുകൊണ്ട് കൽപ്പിച്ച് ചെയ്തു പാർക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുടെ നാമത്തിൽ ഈ കീഴപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
എതിരായി അതീയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകള
വർദ്ധിപ്പിക്കട്ടെ. എല്ലാവരും മുതിർന്ന വയസ്സുകാരും സ്തുതി കരേറ്റിക്കൊണ്ടായി കാലം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പടവാളാകുന്ന വിശ്വാസത്തിനാൻ യഥാർത്ഥവാദത്തിന് പടവാളത്തിന് മുദ്രയിടുമാറാകട്ടെ. വിശ്വാസത്തിനാൻ തന്റെ സഭയിൽ നിന്നും സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള നൽകിയൊന്നും നിങ്ങളിൽ ആവസിച്ച് എല്ലാവിധമായ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാനത്തിന് മാലാഖാദികളോടൊപ്പമായി മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ താൻ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. മരണപരമായ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ താൻ എല്ലാവരും സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ താൻ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതില്ല. ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമി നിറയുകയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹനും തൻ്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിന് യാക്കോബിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമിയിൽ പാർക്കുന്ന എല്ലാ സൽഫലങ്ങളും ദൈവങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവത്തിനെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് അതിന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ ഇഷ്ടത്തെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലമേൽ ലഭിക്കപ്പെട്ടതായ കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് പാദം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും എല്ലാവിധ സൗഭാഗ്യങ്ങളാലും ദൈവത്തിനാളുകളെ സമ്പന്നരാക്കുകയും ആ പാപയാശ്രയോടെന്ന പ്രകാരം നിങ്ങളുടെ കടങ്ങളെ നിങ്ങളുടെ പാപങ്ങളെ താൻ ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലുതുപാതങ്ങളെ പോലെ താരങ്ങളും സ്വർഗരാജ്യത്തിനായി ഭവിക്കുമാറാകട്ടെ. നാം എല്ലാവരുടെയും വാക്കുകൾ പുണ്യപ്പെടുമാറാകട്ടെ. മിസ്രയീമിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റാം. സത്യമാണ്
എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധിയിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിലും സാഹിത്യമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികന്മാരെ പരിമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീമാരുടെയും വെളിപ്പുള്ള ഏവർക്കലിയുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നവർ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുൻപാകെയല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം പരിവേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികൾ ആയിരിക്കും. പട്ടക്കാരിലും ശുശ്രൂഷകളിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കരുണയുമെന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീയാദൈവമാതാവും ദൈവജനനെയും വിശുദ്ധ കന്യാമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും വിശേഷാൽ ഇടവേള കാവൽപിതാവായിരിക്കുന്ന ആ സ്തേഫാനോസുടെയും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധരായിരിക്കുന്ന ഗ്രിഗോറിയോസ് മാർത്തിനാസിയോസ് പിതാക്കന്മാരുടെയും ഇന്ത്യയുടെ അപ്പോസ്തലനായിരിക്കുന്ന മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളായി കർത്തൃകൾക്ക് രോഗമായിട്ടാകുന്നു അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ബന്ധഭംഗിയായിരിക്കുന്ന ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകൾ വഴിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രതിപ്പെടുത്തുകയും അവളുടെ ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് ഭർത്താനായിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവ് പ്രവർത്തിക്കണം. ഭർത്താവ് വിശദീകരിക്കേണ്ടി വന്നാലും ഭാര്യ പോഷിപ്പാൻ നൽകണം. ഭർത്താവ് ദാഹിച്ചെന്നാലും ഭാര്യ കുടിക്കാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിനെ പരിചരിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവരുടെ അടുത്ത് വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷ സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിങ്ങളോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിങ്ങൾ ഗർഭമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സേതും പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയാകാത്തവനും സാരാംശത്തിൽ പ്രധാനപ്പെട്ട സത്തമുള്ളവനും സർവ്വമാനമായ മനുഷ്യനും മനുഷ്യനായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് സ്വർഗ്ഗത്തിലാക്കി വിശുദ്ധമായ ദൈവമാതാവായ ശരീരയാണെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടമനുഭവിച്ച മനുഷ്യരോട് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കയറി അനുഗ്രഹമായി ജീവനുള്ളവരെ മനുഷ്യരെ തിരുവാൻ ഞങ്ങളുടെ മഹത്വത്തോടെ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തെ ജീവിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടി വന്ദിക്കപ്പെട്ട്
സൃഷ്ടിക്കപ്പെട്ടവനും ദിവ്യന്മാരും സ്നേഹിമാരുമായ സംസാരിച്ചതുമായ ജീവനും വിശ്വസിയുമായ നിലവുമായും പ്രാഥമികവും ശ്രേണികവുമായ ഏകവിശ്വസ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മീകമായ വിശുദ്ധ വിവാഹ കുദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനയും നമസ്കാരവും ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെടുമാറാകണമേ. കുടുംബജീവിതത്തിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളുടെ പേരും ഇരു കുടുംബങ്ങളുടെ പേരും മാതാപിതാക്കളുടെ പേരും ഈ സാക്ഷ്യത്തിനായി എനിക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും കാർമികരായ അഭിഷേകരുടെ പേരും തുടർന്നുള്ള എല്ലാ ചടങ്ങുകളുടെ പേരും കുടുംബജീവിതത്തിൻ്റെ പേരും വാങ്ങിപ്പോയിരിക്കുന്നവരുടെ പേരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വിവാഹിതരായ പ്രിയപ്പെട്ട ബെൻസ് വൈക്കും ആൻമേരിക്കാൻ പണിത സെൻറ്റ് സ്റ്റീഫൻസ് ഇടവകയുടെ എല്ലാ ആശംസകളും ഭാവുകളും നേരുന്നു. ഇടവകയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി വേദപുസ്തകം രണ്ടുപേർക്ക് സമ്മാനിക്കുന്നു. രണ്ടുപേരും ചേർന്ന് സ്വീകരിക്കുക. എല്ലാ സമ്മാനങ്ങളും പോലെയല്ല, വിലപ്പെട്ട സമ്മാനമാണ്.
ഇതിൻ്റെ പകർത്തിലേക്ക് വായിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ ഉപയോഗിക്കട്ടെ. എല്ലാ ആശംസകൾ നേരുന്നു. ആത്മീയതയെ പ്രത്യേകമായി ഇടവകയുടെ ആൾക്കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. Had a dream about you, girl. I would never let you go. You're in my soul. I won't forget you, girl. You left me all alone, and I hate that I love you, girl. I promise you. Promise I won't lie. I promise you. Together we can fly. I promise you. I promise I won't hurt you ever again. I promise you. I promise I won't lie. I promise you. Together we can fly. I promise you. I promise I won't hurt you ever again. I won't lie. I promise you. Together we can fly. I promise you. I promise I won't hurt you ever again. I want you to love me again. You know how I feel inside me. Every breath I take, you know there's no one beside me. But I will be okay. I forever love you, girl. Just be on my. ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും
കാണാ കുയിലേ കാണാ കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാ കുയിലേ കാണാ കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ, ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ, പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ, ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ, താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം, ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ. കാണാ കുയിലേ കാണാ കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാ കുയിലേ കാണാ കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ.
അറിയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ. എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ. നിറമായി നിഴലായി നീയില്ലേ എന്നാളും. നീല നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ ദേവാ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ മനോഹരമായ ദിവസം നീ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഈ പരസ്പരം ഒന്നായ ഈ കുടുംബത്തിന് എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ ഒരു മനോഹര ദിവസം തന്നതിനാണ് ഇഷ്ടം. കർത്താവെ, രണ്ടിടങ്ങളിലായിരുന്ന രണ്ട് മക്കളെ ദൈവികമായ ആലോചനയിൽ കർത്താവെ അവരെ ഇന്ന് ഒന്നാക്കി. കർത്താവെ, ജീവിതാവസാനം വരെ അവരൊന്നായി ജീവിച്ച് കർത്താവെ ലോകത്തിനും അങ്ങയ്ക്കും മാതൃകയുള്ളവരായി ജീവിക്കുവാൻ കർത്താവിൻ്റെ മക്കളെ വരമേൽപ്പിക്കുകയാണ്. കർത്താവെ, താൻമോളെയും ബിൻസ്മോനെയും ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. കർത്താവെ, രണ്ട് മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ടു, ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തപ്പെട്ടു. അവരുടെ ജീവിതം ഈ കാലം വരെയും അവരുടെ സംരക്ഷണയിൽ മുൻപോട്ട് പോയി. കർത്താവെ, അവരെ രണ്ടുപേരെയും പിരിഞ്ഞ് ആ കുടുംബങ്ങളിൽ പുതിയൊരു കുടുംബമായി അവർ തീർന്നിരിക്കുന്ന കർത്താവെ. ഇന്ന് ഞങ്ങൾ വിവാഹ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ കർത്താവെ, പരസ്പരം സ്നേഹിച്ചും കരുതിയും ഒക്കെ ജീവിച്ചു പോകുവാൻ കർത്താവിൻ്റെ മക്കളെ സഹായിക്കണം. ഒരിക്കലും വേർപിരിയുന്ന ബന്ധങ്ങൾ ഒരുപാട് ഞങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ലോകത്തിന് മാതൃകയായി ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവമേ അവരെ സഹായിക്കണം. കർത്താവെ, ഭാവിയിൽ അവർക്ക് ദാനമായി കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ ദൈവഭയത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കണം. കർത്താവെ, തമ്മിൽ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ ദൈവമേ നീ അവരെ ശക്തരാക്കണം. കർത്താവെ, മാതാപിതാക്കളെ രണ്ടുപേരെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഉസ്മാൻ്റെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ദേശത്തും സമൂഹത്തിലും ഈ ഭവനത്തിലുമൊക്കെ ചെയ്ത നന്മകൾക്കായി സ്തോത്രം. അവരായിരിക്കും ജോലി സ്ഥലങ്ങളിലുമൊക്കെ എൻ്റെ കൃപയിൽ അവർ ആയിരിക്കാൻ സാധിച്ചത്. കർത്താവെ, കൊച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുഷ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൻസിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതം ഏറ്റവും ധന്യകരമായി തീർന്നതിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നീ കൃപ കൂടെ. കർത്താവെ, മുൻപോട്ടുള്ള ഓരോ ഗമനത്തിലും എൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, ഇന്നൊരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പ്രിയ മക്കളെ രണ്ടുപേരെയും വീണ്ടും സമർപ്പിക്കുകയാണ്. കർത്താവെ, താളടിയായി പോകാവുന്ന ഒരു സന്ദർഭങ്ങളും ഉണ്ടാകാതെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ ജീവിച്ചു പോകുകയാണ്. അവരെ സഹായിക്കണം. കർത്താവ്, ദൂരത്തും ചാരത്തുമായി അനേകം പേരുടെ പ്രാർത്ഥന അവരുടെ പിന്നിലുണ്ട്.
കർത്താവെ, അവരെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ അവരെ ശക്തരാക്കണം. അവർ ഇടപെടുന്ന ഓരോ വ്യക്തികളും, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇടങ്ങളിലൊക്കെ നിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. ഞങ്ങളിപ്പോൾ പിരിയാത്ത സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. സർവ്വ നന്മകളെ കൊണ്ടും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സകലതും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതായി കേൾക്കുമാറാകണം. ഞങ്ങളുടെ പിതാവേ, ജനുവരിയിലെ തേന്മഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ, പൂനെറുകയിൽ രാമഴവിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ. നീ തന്ന ലാളനങ്ങൾ ഞാൻ എൻ്റെ പുണ്യമാക്കി, നീയേകുമീ ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി. നീയാകുമീ തൂവാടിയിൽ മോഹങ്ങൾ ഉയലാടി. ശ്വാസമേ ശ്വാസമേ പാതയിൽ പാതിയായി തേടി ഞാൻ. ശ്വാസമേ